ഇത് ഞാനൊരു 8 മാസം മുന്നേ ഇട്ടൊരു പോസ്റ്റാണ്. മൂന്നാറിൽ നിന്ന് വരുന്ന വഴി എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടതായിട്ട് RC ബുക്ക്, പാൻ കാർഡ് എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാനൊരു പോസ്റ്റ് ഇൻസ്റ്റയിലിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടുകിട്ടുന്നവർ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ 8 മാസത്തിനിടയിൽ ആരും വിളിച്ചില്ല. ഇന്നലെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. പുള്ളിക്കാരൻ വിളിച്ചത് തിരുവാങ്കുളത്ത് നിന്നാണ്. പുള്ളിയുടെ പേര് ഗംഗാധരൻ എന്നാണ്. പുള്ളി പറഞ്ഞ ഒരു RC ബുക്ക്, ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ATM കാർഡൊക്കെ ഉണ്ട്, വന്നു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പണി കഴിഞ്ഞ് നേരെ തൃപ്പൂണിത്തുറ വഴി തിരുവാങ്കുളത്ത് ചെന്നു. തിരുവാങ്കുളത്ത് ഒരു ചിക്കൻ കടയാണ് പുള്ളി നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് പുള്ളിനെ വിളിച്ചു, കട ഏതാണെന്ന് ചോദിച്ചു. നേരെ പുള്ളിയുടെ കട ഞങ്ങൾ കണ്ടെത്തി. ഇതാണ് കേട്ടോ പുള്ളിയുടെ ചിക്കൻ കട എനിക്ക് കാണുന്നത്. ഞങ്ങളതിൻ്റെ വാതിക്കലെത്തിയപ്പോൾ അവിടെ വണ്ടി വെച്ചു. ഞങ്ങൾ നേരെ കടയിലേക്ക് ചെന്നു. കടയിൽ ചെന്നപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി വിളിച്ചവരാണ് വന്നേക്കണമെന്ന്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ പുള്ളിയുടെ മേശയുടെ ഡ്രോയിൽ നിന്ന് ഭദ്രമായിട്ട് വെച്ചിരുന്ന RC ബുക്കും, ATM കാർഡും, ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം പുള്ളിക്കാരൻ എടുത്തു. പുള്ളി പറയുന്നത് ഇത് കിട്ടിയിട്ടൊരു 3-4 ദിവസമായിട്ടുള്ളൂ. പുള്ളിക്കാരൻ്റെ ആ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ബംഗാളി പയ്യൻ താമസിക്കുന്ന റൂം ക്ലീൻ ചെയ്തപ്പോഴാണ് ഒരു ബാഗ് കിട്ടുന്നത്. ആ ബാഗിനകത്ത് ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പുള്ളി അവൻ്റെ ബാഗാണെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെയാണ് പുള്ളി ചെക്ക് ചെയ്ത് നോക്കി. അവൻ നിർത്തിപ്പോയായിരുന്നു ബംഗാളി. അപ്പോൾ അവൻ മറന്നു വെച്ചാന്ന് ഓർത്ത് അവൻ്റെ ബാഗാണെന്നിട്ട് പുള്ളി തിരഞ്ഞപ്പോൾ നമ്മളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ ഇത് ബംഗാളിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്കിത് വിളിച്ച് തരാഞ്ഞതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു എയർപോഡൊക്കെ ഉണ്ടായിരുന്നു. എയർപോഡ്, മൊബൈലിൻ്റെ ചാർജർ, പേഴ്സ് അതൊക്കെ അവനെടുത്ത്. ഇത് മാറ്റിയിട്ടേ, ഇതുകൊണ്ട് അവന് ഉപയോഗമില്ല, അതുകൊണ്ട് അവൻ മാറ്റിയിട്ടേ. ഏതായാലും ഗംഗാധരൻ ചേട്ടന് ഒത്തിരി നന്ദി വിളിച്ചതിന്, ഇത് തന്നതിന്.